ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ഫോർ ഓൾ. അപ്പോൾ ഓൾറെഡി നമ്മൾ സെല്ലുമായിട്ടും അതുപോലെ തന്നെ ഡിസീസസ് ആൻഡ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പ് ഡി എക്സാമിന് 2025-26 വിവിധ ഷിഫ്റ്റുകളിൽ വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലേക്ക് നീക്കുകയാണ്. കെമിസ്ട്രിയിലെ മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ആശയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ? അപ്പോൾ ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെന്റുകൾ ശരിയായിട്ടുണ്ടാവാം. നമുക്ക് എന്തായാലും നോക്കാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മിക്സ്ചർ ആൻഡ് കോമ്പൗണ്ട്, നമുക്ക് താരതമ്യം ചെയ്യേണ്ടത് ആരൊക്കെയാണ്? മിക്സ്ചറുകളെയും കോമ്പൗണ്ടുകളെയാണ്. സ്റ്റേറ്റ്മെന്റ് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ മിക്സ്ചർ ഹാസ് എ വേരിയബിൾ കമ്പോസിഷൻ വൈൽ ഇൻ എ കോമ്പൗണ്ട് ദ കമ്പോസിഷൻ ഓഫ് ഈച്ച് ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഓൾവേസ് ഫിക്സ്ഡ്. B. A mixture shows different properties of the constituent substance while in a compound the new substance shows the same properties. C. A mixture has a non-variable composition while in a compound the composition of each new substance is always changing. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വായിച്ചു. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരുത്താനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ NCERT കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, സോ ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്പേസും അതുപോലെ തന്നെ മാസുമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയാം. ഞാനും നിങ്ങളും എല്ലാം മാറ്ററിന്റെ ഉദാഹരണങ്ങളാണ്. ഈ മാറ്ററിനെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശുദ്ധപദാർത്ഥം അഥവാ പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിശ്രിതം അഥവാ മിക്സ്ചേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. മിശ്രിതം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മിക്സർ ഓർമ്മ വന്നാൽ മതി. ആ മിക്സറിൽ തന്നെ പലതരത്തിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ മിശ്രിതങ്ങൾ എന്ന് വിളിക്കും. ശുദ്ധപദാർത്ഥങ്ങളെ നമ്മൾ മൂലകങ്ങൾ എന്നും സംയുക്തങ്ങൾ എന്നും തരംതിരിച്ചിട്ടുണ്ട്. മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ എലമെന്റ്സ്, ഹൈഡ്രജൻ, ഹീലിയം, നിയോൺ, ഓക്സിജൻ തുടങ്ങിയ എലമെന്റ്സ് നമ്മുടെ ചുറ്റിലുമുണ്ട്. സംയുക്തങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ കോമ്പൗണ്ട്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ H2O, നമ്മൾ കുടിക്കുന്ന വെള്ളം. H2O എന്ന് പറയുമ്പോൾ മൂലകങ്ങൾ കൂടിയിട്ടാണ് ഉണ്ടാകുന്നത്, പക്ഷെ ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും. 2:1 H2ലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആറ്റങ്ങളുടെ റേഷ്യോ. അതായത് നിങ്ങൾ ലോകത്ത് എവിടെ പോയി വെള്ളം എടുത്തു കഴിഞ്ഞാലും അവിടെ ഹൈഡ്രജനും ഓക്സിജനും എന്ത് റേഷ്യോ തന്നെയായിരിക്കണം? 2:1 എന്നുള്ള റേഷ്യോ തന്നെയായിരിക്കണം. യൂണിഫോം കമ്പോസിഷൻ ആയിരിക്കും, ഫിക്സഡ് കമ്പോസിഷൻ ആയിരിക്കും. ഇനി മിശ്രിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകാത്മക മിശ്രിതം, ഹോമോജിനസ് സൊല്യൂഷൻ മിക്സ്ചർ എന്നും അതുപോലെ തന്നെ ഭിന്നാത്മക മിശ്രിതം, ഹെട്രോജിനസ് മിക്സ്ചർ എന്നും ക്ലാസിഫൈ ചെയ്യാം. ഏകാത്മക മിശ്രിതം എന്ന് പറയുമ്പോൾ പഞ്ചസാര പൂർണ്ണമായിട്ട് ലയിച്ചിട്ടുള്ള ലായനി ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ്. ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുമ്പോൾ അവിടെ കൊളോയിഡും സസ്പെൻഷനുമാണ് വരുന്നത്. ഹെട്രോജിനസ് മിക്സ്ചറിന് എക്സാമ്പിളായിട്ട് കൊളോയിഡും സസ്പെൻഷനും വരുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു, മെയ്ഡപ്പ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. ഒരേ തരത്തിലുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ് പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരേ തരത്തിലുള്ള ആറ്റങ്ങൾ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള മോളിക്യൂളുകൾ. അതായത് അയേൺ നിങ്ങൾ എടുക്കുകയാണ്, അയേൺ എന്ന് പറയുന്ന ഒരു മൂലകം എടുക്കുകയാണ്. ഇയാളെ എന്തുകൊണ്ട് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നു? അയേൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരേപോലെയുള്ള അയേൺ ആറ്റങ്ങളെ ആയിരിക്കും കാണാൻ പറ്റുക. ഒരേപോലെയുള്ള അയേൺ ആറ്റങ്ങൾ ആണ് അവിടെ കാണാൻ പറ്റുക. പോട്ടെ, ഇനി നിങ്ങൾ വാട്ടറാണ്, കോമ്പൗണ്ട് ആണ് നോക്കുന്നത്. വാട്ടറിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ വാട്ടറിൽ ഒരേപോലെയുള്ള ഒരുപാട് H2O മോളിക്യൂൾസ് കാണാൻ പറ്റും. അപ്പോൾ ഒരേപോലെയുള്ള ആറ്റങ്ങളും ഒരേപോലെയുള്ള മോളിക്യൂൾസും ഉള്ളതാണ് നമ്മുടെ പ്യുവർ സബ്സ്റ്റൻസിൽ അടങ്ങിയിട്ടുള്ള എലമെന്റ്സും കോമ്പൗണ്ട്സും. അതുകൊണ്ടാണ് ഉദാഹരണങ്ങളായിട്ട് അയേൺ, ഗോൾഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ പ്യുവർ സബ്സ്റ്റൻസ് എന്തൊക്കെയുണ്ട്? എലമെന്റുകളുണ്ട്, കോമ്പൗണ്ടുകളുണ്ട്. ഓക്കെ, ഇനി ഈ പ്യുവർ സബ്സ്റ്റൻസിന്റെ ചില സ്വഭാവ സവിശേഷതകളുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് നമുക്ക് നോക്കണം. ഹോമോജിനസ് എന്ന് പറയും. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹോമോജിനസ് എന്ന് പറഞ്ഞാൽ എ പ്യുവർ സബ്സ്റ്റൻസ് ഹാസ് എ ഫിക്സഡ് ആൻഡ് യൂണിഫോം കമ്പോസിഷൻ. ഉദാഹരണം നോക്കിയാൽ മതി, H2O ഉദാഹരണമായിട്ട് എടുക്കുക. കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. H2O നിങ്ങൾ എവിടെ പോയിട്ട്, ഇനി ചൊവ്വയിൽ പോയിട്ട് വെള്ളം എടുത്തു കഴിഞ്ഞാലും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ എന്താണ്? 2:1. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, അവർക്ക് ഡെഫിനറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ അയേൺ എടുക്കുകയാണ്. അയേണിന്റെ മെൽറ്റിംഗ് പോയിന്റ്, അയേൺ ഉരുകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ ആയിരിക്കും. സപ്പോസ് 2000°C. ആ ടെമ്പറേച്ചർ തന്നെയായിരിക്കും അയാൾ ഉരുകാൻ പോകുന്നത്. ഇനി വെള്ളം, അതൊരു കോമ്പൗണ്ട് ആണ്, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വെള്ളത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100°C. 100°യിലാണ് അത് തിളയ്ക്കുന്നത്. ഡെൻസിറ്റി, സ്മെല്ല്, ടേസ്റ്റ്, ഇതൊക്കെ ഒരു ഫിക്സഡ്
ആയിട്ടുള്ള കാര്യമായിട്ടായിരിക്കും പ്യുവർ സബ്സ്റ്റൻസിൽ നിലനിൽക്കുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ ഫിസിക്കലി ഇൻസെപ്പറബിൾ. ഫിസിക്കൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചളിവെള്ളത്തിനെ ഈസി ആയിട്ട് നമുക്ക് ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാം ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച്, ഫിൽട്രേഷൻ രീതിയിലൂടെ. ഇനി ഉപ്പ് ലായനിയിൽ നിന്ന് ഉപ്പിനെ നമുക്ക് ഇവാപ്രേഷനിലൂടെ വേർതിരിക്കാം. ഇനി മാഗ്നറ്റിക് ആയിട്ടുള്ള വസ്തുക്കളെ മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെ വേർതിരിക്കാം. ഇതെല്ലാം ഫിസിക്കൽ സെപ്പറേഷൻ രീതികളാണ്. പക്ഷേ ഈ പറഞ്ഞ എലമെന്റുകളെയോ കോമ്പൗണ്ടുകളെയോ ഒരിക്കലും നമുക്ക് ഫിസിക്കൽ സെപ്പറേഷനിലൂടെ, പ്രത്യേകിച്ച് കോമ്പൗണ്ടുകളെ ഫിസിക്കൽ സെപ്പറേഷനിലൂടെ, നിങ്ങൾ വെള്ളം എടുത്തിട്ട് വെള്ളത്തിനെ ഫിൽട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും കിട്ടില്ലല്ലോ. അപ്പൊ ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാറ്ററിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ നമുക്ക് നോക്കാം. മാറ്ററിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചർ എന്നും. മിക്സ്ചറിന് എന്തില്ല? ഫിക്സഡ് ആയിട്ടുള്ള കമ്പോസിഷൻ ഇല്ല. അതേസമയം പ്യുവർ സബ്സ്റ്റൻസിന് എന്തുണ്ട്? ഫിക്സഡ് ആയിട്ടുള്ള കമ്പോസിഷൻ ഉണ്ട്. പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ എലമെന്റ് എന്നും കോമ്പൗണ്ട് എന്നും വേർതിരിച്ചു. എലമെന്റ്സിനെ ഇനിയും സിംപ്ലർ ആക്കി മാറ്റാൻ സാധിക്കില്ല, വേറെ വസ്തുവാക്കി മാറ്റാൻ പറ്റില്ല. എക്സാമ്പിൾ കോപ്പർ, ഓക്സിജൻ, അയൺ, ഹൈഡ്രജൻ, മെർക്കുറി കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് കമ്പോസിഷൻ ആണ്. ഏത് ഉദാഹരണം നോക്കിയാൽ മതി, H2O 2:1 എന്നുള്ള ഫിക്സഡ് കമ്പോസിഷൻ ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു എലമെന്റ്സ്. ഇവരെ ഹൈഡ്രജൻ സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓക്സിജൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ നടത്തണം. അപ്പോൾ കോമ്പൗണ്ട്സിന്റെ ഉദാഹരണമായിട്ട് NCERT പറഞ്ഞിട്ടുള്ളത് വെള്ളം, മീഥൈൻ, ഷുഗർ, സാൾട്ട് ഒക്കെയാണ്. ഇനി നമുക്ക് മിശ്രിതങ്ങളിലേക്ക് വരാം. മിശ്രിതങ്ങളിൽ 2 ടൈപ്പ് മിശ്രിതമുണ്ട്, ഹോമോജിനസ് എന്നും ഹെട്രോജിനസ് എന്നും. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം, ഹെട്രോ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹോമോജിനസിന് അതുകൊണ്ട് തന്നെ യൂണിഫോം കമ്പോസിഷൻ ആണ്, ഹെട്രോജിനസ് നോൺ യൂണിഫോം കമ്പോസിഷൻ. ഹോമോജിനസിന്റെ എക്സാമ്പിൾ ശ്രദ്ധിക്കണം. എക്സാമ്പിൾ ആണ് എക്സാമിനർ ചോദ്യമായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഷുഗർ ഇൻ വാട്ടർ, സാൾട്ട് ഇൻ വാട്ടർ, സൾഫർ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. ഈ ഒരു ഉദാഹരണം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഉദാഹരണം എന്ത് ടൈപ്പ് മിക്സ്ചർ ആണ് എന്ന് മേ ബി ചോദ്യം ഇടാനായിട്ട് ചാൻസ് ഉണ്ട്. സൾഫർ ഇൻ കാർബൺ ഡൈസൾഫൈഡ്, അതുപോലെ തന്നെ വാട്ടർ ഇൻ ആൽക്കഹോൾ, മദ്യവും വെള്ളവും മിക്സ് ചെയ്ത്. ഇതൊക്കെ ഹോമോജിനസ് ആണ്. അതായത് ഈ പഞ്ചസാര ലായനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഏതെന്ന് അല്ലെങ്കിൽ വെള്ളം ഏതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്ന എല്ലാ എക്സാമ്പിളും ഒരു യൂണിഫോം കമ്പോസിഷൻ കാണിക്കും. ദെൻ ഹെട്രോജിനസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ യൂണിഫോം കമ്പോസിഷൻ ആണ്. ഉദാഹരണത്തിന് ഷുഗറും സാൻഡും പഞ്ചസാരയും മണലും കലർത്തി കഴിഞ്ഞാൽ പഞ്ചസാര ഏതാണ് മണൽ ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഷുഗറും സാൾട്ടും വെള്ളവും ഓയിലും അതൊക്കെ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഫൈനലി ഒരൊറ്റ പോയിന്റ് കൂടി നമുക്ക് നോക്കാം. മിശ്രിതങ്ങളും കോമ്പൗണ്ടുകളും തമ്മിലുള്ള വ്യത്യാസം 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എലമെന്റ്സും കോമ്പൗണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. പഞ്ചസാരയും മണലും തന്നെ നോക്കുക. പഞ്ചസാരയും മണലും ജസ്റ്റ് മിക്സ് ചെയ്ത് കിടക്കുക എന്ന് വെച്ചാൽ അവർ കമ്പൈൻ ചെയ്യുന്നില്ല. അവർ രണ്ടും കമ്പൈൻ ചെയ്യുന്നത് വേറൊരു വസ്തുവായിട്ടൊന്നും മാറില്ല. ജസ്റ്റ് അത് മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ ന്യൂ കോമ്പൗണ്ട് ഒന്നും ഫോം ചെയ്യില്ല. നോ ന്യൂ കോമ്പൗണ്ട്. എ മിക്സ്ചർ ഹാസ് എ വേരിയബിൾ കമ്പോസിഷൻ. ഈ വാക്ക് ശ്രദ്ധിക്കുക. വേരിയബിൾ ആയിട്ടുള്ള കമ്പോസിഷൻ ആണ് മിക്സ്ചറിലുള്ളത്. എ മിക്സ്ചർ ഷോസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് സബ്സ്റ്റൻസ്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് സബ്സ്റ്റൻസ് മണലിന്റെ പ്രോപ്പർട്ടിയും പഞ്ചസാര പ്രോപ്പർട്ടിയും ആണ് കാണിക്കുക. അത് കലർന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പഞ്ചസാര വേറെ പ്രോപ്പർട്ടി ഒന്നും കാണിക്കില്ല. ഓക്കെ. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫെയർലി ഈസിലി ബൈ ഫിസിക്കൽ മെത്തേഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിൽട്രേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, അല്ലെങ്കിൽ ഇവാപ്രേഷൻ, അല്ലെങ്കിൽ ഹാൻഡ് പിക്കിംഗ്, ഇങ്ങനെയുള്ള ഫിസിക്കൽ മെത്തേഡ് വഴി നമുക്ക് മാറ്റാൻ പറ്റും ഇതിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻസിനെ. പഞ്ചസാരയെ നമുക്ക് ലയിപ്പിച്ച് കളയാം, അല്ലെ, വെള്ളത്തിൽ ലയിക്കുന്നതാണ്, അതിലൂടെ സെപ്പറേറ്റ് ചെയ്ത് കളയാം. ദെൻ കോമ്പൗണ്ട്സിന്റെ കാര്യം നോക്കിയാൽ എലമെന്റ് റിയാക്ട് ടു ഫോം കോമ്പൗണ്ട്. എലമെന്റുകൾ കോമ്പൗണ്ടുകളായിട്ട് വരുന്നു റിയാക്ട് ചെയ്തിട്ട്. ദ കമ്പോസിഷൻ ഓഫ് ഈച്ച് ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഓൾവേസ് ഫിക്സ്ഡ്. അതായത് ഹൈഡ്രജൻ ഓക്സിജൻ റേഷ്യോ എന്താണ്? 2:1. H2O ഹൈഡ്രജൻ ഓക്സിജൻ റേഷ്യോ 2:1. ദ ന്യൂ സബ്സ്റ്റൻസ് ഹാസ് ടോട്ടലി ഡിഫറെന്റ് പ്രോപ്പർട്ടി. ഹൈഡ്രജൻ കത്തുന്ന ഒരു വാതകമാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. എന്നാൽ ഇവർ രണ്ടും റിയാക്ട് ചെയ്ത് ഉണ്ടായിട്ടുള്ള H2O തീ കെടുത്തുന്ന ഒരു ദ്രാവകമാണ്. അപ്പോൾ പുതുതായിട്ടുണ്ടായിട്ടുള്ള കോമ്പൗണ്ട്സിന് എൻറ്റയർലി ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഓൺലി ബൈ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. കോമ്പൗണ്ടിൽ നിന്ന് എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ പ്രയോഗിക്കണം. ഓക്കെ.
ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പിക്ക് ചെയ്യാനായിട്ടായിരുന്നു നമ്മുടെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുകൂടി വായിക്കാം. എ മിക്സ്ചർ ഹാസ് എ വേരിയബിൾ കമ്പോസിഷൻ. ശരിയാണ്. വൈൽ ഇൻ എ കോമ്പൗണ്ട് ദ കോമ്പോസിഷൻ ഓഫ് ഈച്ച് ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഓൾവേസ് ഫിക്സ്. കറക്റ്റ് ആണ് അല്ലേ? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ എ തന്നിരിക്കുന്നത്, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത്. എ മിക്സ്ചർ ഷോ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് സബ്സ്റ്റൻസ്. അല്ല, നമ്മൾ പഞ്ചസാരയും മണലും കലർത്തി കഴിഞ്ഞാൽ പഞ്ചസാരയുടെ സെയിം പ്രോപ്പർട്ടി കാണിക്കും, സാൻഡിന്റെ സെയിം പ്രോപ്പർട്ടി കാണിക്കും. അപ്പൊ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് അല്ല. വൈൽ ഇൻ എ കോമ്പൗണ്ട് ദ ന്യൂ സബ്സ്റ്റൻസ് ഷോ ദ സെയിം പ്രോപ്പർട്ടി. ആണോ? ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുണ്ടായിട്ടുള്ള H2O എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്, സെയിം അല്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എ മിക്സ്ചർ ഹാസ് എ നോൺ വേരിയബിൾ. അവിടെ തന്നെ പോയി നമ്മൾ പഠിച്ചു വെച്ചതാണ്, മിക്സ്ചറിന് എന്താണ്? വേരിയബിൾ കമ്പോസിഷൻ ആണ്. അവിടെ തന്നെ തെറ്റാണ്. വൈൽ ഇൻ ദ കോമ്പൗണ്ട് ദ കോമ്പോസിഷൻ ഓഫ് ഈച്ച് ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. അല്ല, കോമ്പൗണ്ടിൽ അത് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ബിയും തെറ്റാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, അത് എന്താണ്? ഓൺലി എ. ഓൺലി എ അല്ലെ? ഓപ്ഷൻ ബി, ഓൺലി എ. അപ്പൊ ഈ ചോദ്യത്തിനെ പറ്റി ഒരു വ്യക്തത ലഭിച്ചു എന്ന് വിശ്വസിക്കട്ടെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് പ്രോപ്പർട്ടി മോസ്റ്റ് ഡെഫിനറ്റ്ലി ഡിസ്റ്റിങ്ക്യൂഷസ് എ സസ്പെൻഷൻ ഫ്രം എ കൊളോയിഡ്? ഇപ്പൊ രണ്ട് തരത്തിലുള്ള വസ്തുക്കളെ പറ്റി NCERT പറയുന്നുണ്ട്, സസ്പെൻഷനുകളും കൊളോയിഡുകളും. സസ്പെൻഷന്റെയും കൊളോയിഡുകളുടെയും പ്രോപ്പർട്ടീസ് നമുക്ക് പറയണം. അപ്പൊ ഇത് രണ്ടാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, രണ്ടും എന്താണ്? ഹെട്രോജിനസ് മിക്സ്ചറിന്, ഭിന്നാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ് ഈ സസ്പെൻഷൻ ആവട്ടെ അതുപോലെ തന്നെ കൊളോയിഡ് ആവട്ടെ. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് വായിച്ചു നോക്കാം. സസ്പെൻഷൻ ഈസ് എ ഹെട്രോജിനസ് മിക്സ്ചർ. ഓക്കെ, കറക്റ്റ്. അടുത്തത് കൊളോയിഡ് ഈസ് എ ഹെട്രോജിനസ് മിക്സ്ചർ. അതും ശരിയാണ്. ഇനി സസ്പെൻഷൻ, ദ പാർട്ടിക്കിൾ ഓഫ് സസ്പെൻഷൻ ക്യാൻ ബി സീൻ ബൈ നേക്കഡ് ഐ. നമുക്ക് വെറും കണ്ണുകൊണ്ട് തന്നെ ഇതിലെ പാർട്ടിക്കിൾസിനെ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം വലുപ്പമുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഈ മിക്സ്ചറിലുള്ളത്. The particles of a suspension scatter a beam of light passing through it and makes it path visible. അതായത് നമ്മുടെ കയ്യിൽ ഒരു സസ്പെൻഷൻ ഉണ്ട്, അതിലേക്ക് ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രകാശം പോകുന്ന പാത നമുക്ക് ഭയങ്കര വിസിബിൾ ആയിരിക്കും. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്, ടിൻഡൽ എഫക്റ്റ്. അപ്പൊ ഈ ഒരു ടിൻഡൽ എഫക്റ്റ് ആര് കാണിക്കും? സസ്പെൻഷൻ കാണിക്കും. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. ഇതിൽ അടങ്ങിയിട്ടുള്ള പാർട്ടിക്കിൾസ് കുറച്ചു നേരം വെറുതെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് എ സസ്പെൻഷൻ ഈസ് അൺസ്റ്റേബിൾ. ദ സൊല്യൂട്ട് പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ. അതായത് ചെളിവെള്ളമാണെങ്കിൽ ചെളിവെള്ളം കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെളിവെള്ളം കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെളി താഴെ വന്ന് സെറ്റിൽ ചെയ്യും അല്ലെ? താഴെ വന്ന് സെറ്റിൽ ചെയ്യും എന്ന് വെച്ചാൽ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ സൊല്യൂഷൻ സ്റ്റേബിൾ അല്ല. കുറച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് താഴെ വന്ന് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഈ സൊല്യൂഷൻ അൺസ്റ്റേബിൾ ആണെന്ന് ഓർത്തിരിക്കണം. ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ദ പ്രോസസ് ഓഫ് ഫിൽട്രേഷൻ. അപ്പൊ സസ്പെൻഷൻ ആണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? ഫിൽട്രേഷൻ എന്ന് പറയുന്ന രീതിയുണ്ട്. ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ യോജിച്ച ഒരു ഫിൽട്ടർ വെച്ചിട്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ കൊളോയിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊളോയിഡ് ഹെട്രോജിനസ് ആണെന്ന് പറഞ്ഞു. ദ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് എ കൊളോയിഡ് ഈസ് ടു സ്മോൾ. സസ്പെൻഷൻ പോലെയല്ല, പാർട്ടിക്കിൾസിന്റെ സൈസ് കുറവാണ്. ടു ബി ഇൻഡിവിജ്വലി സീൻ ബൈ നേക്കഡ് ഐസ്. കൊളോയിഡ്സ് ആർ ബിഗ് ഇനഫ് ടു സ്കാറ്റർ എ ബീം ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ് ആൻഡ് മേക്സ് ഇറ്റ് പാത്ത് വിസിബിൾ. അപ്പൊ സസ്പെൻഷനും അതുപോലെ തന്നെ കൊളോയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ടിൻഡൽ എഫക്റ്റ് കാണിക്കുന്നുണ്ട്. ടിൻഡൽ എഫക്റ്റ്. ഓക്കെ, ടിൻഡൽ എഫക്റ്റ് രണ്ടുപേരും കാണിക്കുന്നു. ദേ ഡു നോട്ട് സെറ്റിൽ ഡൗൺ വെൻ ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ്. ഈ സസ്പെൻഷൻ പോലെ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ എന്താണ്? കൊളോയിഡ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. സസ്പെൻഷൻ എന്തായിരുന്നു? അൺസ്റ്റേബിൾ ആണ്. കൊളോയിഡ് സ്റ്റേബിൾ ആണ്. ദേ കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. സസ്പെൻഷൻ പോലെ ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് മെത്തേഡ് വഴി? സ്പെഷ്യൽ ടെക്നിക് കോൾഡ് സെൻട്രിഫ്യൂഗേഷൻ. അപ്പൊ കൊളോയിഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സെൻട്രിഫ്യൂഗേഷൻ. ഓർത്തു വെക്കാൻ CC എന്ന് ഓർത്തു വെക്കുക. രണ്ടിന്റെയും തുടക്കത്തിൽ C ഉണ്ട് അല്ലെ? കൊളോയിഡ് സെപ്പറേറ്റ് ചെയ്യാൻ സെൻട്രിഫ്യൂഗേഷൻ. ഒരിക്കലും ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. വിച്ച് പ്രോപ്പർട്ടി മോസ്റ്റ് ഡെഫിനറ്റീവ്ലി ഡിസ്റ്റിങ്ക്യൂഷസ് ഫ്രം എ സസ്പെൻഷൻ ഫ്രം എ കൊളോയിഡ്? ആബ്സെൻസ് ഓഫ് ലൈറ്റ് സ്കാറ്ററിങ് അണ്ടർ ഇല്യൂമിനേഷൻ. വെളിച്ചം അതിലേക്ക് കൊടുക്കുമ്പോൾ രണ്ടുപേര് സ്കാറ്റർ ചെയ്യിക്കുന്നുണ്ട്, ടിൻഡൽ എഫക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതല്ല ഈ സ്റ്റേറ്റ്മെന്റ്. ഫോർമേഷൻ ഓഫ് കോവാലന്റ് സൊല്യൂട്ട് സോൾവെന്റ് ബോണ്ട് അല്ല. ഫോർമേഷൻ ഓഫ് കോവാലന്റ് സൊല്യൂട്ട്
ആൻഡ് സോൾവെന്റ് ബോണ്ട് അല്ല. ദെൻ സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കുലേറ്റ്സ് അണ്ടർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. സസ്പെൻഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സസ്പെൻഷൻ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞാൽ ചെളിവെള്ളം ഓർത്ത് വെക്കുക, കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിക്കിൾസ് ചെളിയൊക്കെ താഴെ വന്ന് സെറ്റിൽ ചെയ്യും. അപ്പോൾ സെറ്റിൽ എന്നുള്ളത് ഇവിടെ പോസിബിൾ ആണ്, അതുകൊണ്ട് സൊല്യൂഷൻ അൺസ്റ്റേബിൾ ആണ്. പക്ഷെ കൊളോയിഡിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യില്ല, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ പറയും. ഒരിക്കലും സെറ്റിൽ ചെയ്യില്ല, ഇങ്ങനെ തന്നെ അവർ നിൽക്കും. അപ്പോൾ സെറ്റിൽ എന്നുള്ള കാര്യം ഇവിടെ ഇല്ല, കൊളോയിഡിലില്ല. അപ്പോൾ രണ്ടുപേരെയും വ്യത്യസ്തരാക്കുന്ന ഘടകം സസ്പെൻഷൻ സെറ്റിൽ ചെയ്യും, പക്ഷേ കൊളോയിഡ് സെറ്റിൽ ചെയ്യില്ല. സസ്പെൻഷൻ അതുകൊണ്ട് തന്നെ അൺസ്റ്റേബിൾ ആണ്, കൊളോയിഡ് സ്റ്റേബിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഹോമോജിനിറ്റി ആണോ? അല്ല, രണ്ടും ഹെട്രോജിനസ് മിക്സറാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. അപ്പോൾ സസ്പെൻഷനും കൊളോയിഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. റെഫറൻസിന് വേണ്ടിയിട്ട് ഇവിടെ സ്ലൈഡിൻ്റെ കൂടെ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇതുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പൗണ്ട് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓരോന്ന് വായിക്കാം. എലമെന്റ് റിയാക്ട് ടു ഫോം ന്യൂ കോമ്പൗണ്ട് അല്ലേ. ഹൈഡ്രജൻ, ഓക്സിജൻ രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് കോമ്പൗണ്ട് കിട്ടുന്നു, H2O എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഓക്കെ, ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഈച്ച് ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ഈസ് ഓഫ് വേരിയബിൾ കമ്പോസിഷൻ. തെറ്റാണ്. ഇവിടെ എന്താണ്, കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ എന്താ, ഫിക്സഡ് കമ്പോസിഷൻ ആണ്, സെയിം റേഷ്യോ ആയിരിക്കും അല്ലെ. സെയിം റേഷ്യോ, അതായത് ആ കോമ്പൗണ്ടിൽ എലമെന്റുകൾ ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും. The constituents can be separated only by chemical or electrochemical reaction. ശരിയാണ്, കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയുണ്ട്? സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 3 ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ. യെസ്, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ എക്സ്പ്രസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ? ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കാത്ത മെത്തേഡ് കൂട്ടത്തിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൊല്യൂഷന്റെ കേസിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഞ്ചസാര ലായനിയാണ്, പഞ്ചസാര ലായനിയുടെ കോൺസെൻട്രേഷൻ 5% നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം അതിനെപ്പറ്റി ഒരു ധാരണ നമുക്ക് ലഭിക്കും, എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊരു ധാരണ കിട്ടും. പക്ഷെ അതിൽ നിന്ന് കൂട്ടിയാൽ ഒരു 80% അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഐഡിയ കിട്ടും, അതിന് ഭയങ്കര മധുരമായിരിക്കും. എന്ന് വെച്ചാൽ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ കോൺസെൻട്രേഷൻ പറയാനായിട്ട് നമ്മൾ ചില ടേംസ് ഉപയോഗിക്കും. NCERT പറയുന്നുണ്ട്. ഇവിടെ NCERT പറയുന്ന 2 മെത്തേഡ്സ് ആണ്, വേരിയസ് വേവ്സ് ഫോർ എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. ഒന്ന് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് ബൈ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ഇത് കോൺസെൻട്രേഷൻ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്തത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. മാസ് ബൈ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 എന്നുള്ളതാണ് അവിടെയുള്ള ഇക്വേഷൻ. സോ മാസ് ബൈ വോളിയം ഉണ്ട്, മാസ് ബൈ മാസും ഉണ്ട്. കൂടാതെ ഒന്നുകൂടി ഉണ്ട്, അതുകൂടി ചേർത്ത് പറയണം, വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, വോളിയം ബൈ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? വോളിയം ഓഫ് സൊല്യൂട്ടിന്റെ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷന്റെ വോളിയം ഇൻറ്റു 100. അതാണ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ 3 രീതികൾ, മാസ് ബൈ മാസ്, ദെൻ ഇത് ഒന്നാമത്തെ രീതി കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ. രണ്ടാമത്തത് മാസ് ബൈ വോളിയം, മൂന്നാമത്തെ എന്താണ്? വോളിയം ബൈ വോളിയം. മാസ് ബൈ വോളിയം ബൈ വോളിയം. ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. വോളിയം ബൈ മാസ് പെർസെൻറ്റേജ് അങ്ങനെ ഒരു സാധനമില്ല. മാസ് ബൈ മാസ് ഉണ്ട്, വോളിയം ബൈ വോളിയം ഉണ്ട്, മാസ് ബൈ വോളിയം ഉണ്ട്. അപ്പോൾ ഉത്തരം എന്താ? വോളിയം ബൈ മാസ് ഈസ് നോട്ട് യൂസ്ഡ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് വെദർ ഇറ്റ് വിൽ ബി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് വോളിയം. ഒരു പദാർത്ഥം ഖരാവസ്ഥയിൽ നിന്നോ ദ്രാവകാവസ്ഥയിൽ നിന്നോ വാതകാവസ്ഥയിൽ നിന്നോ നിർണ്ണയിക്കുന്നത് ഏത് ഫാക്ടേഴ്സ് ആണ്? അപ്പോൾ ഇവിടെ കറക്റ്റ് NCERT 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്.
We can say that pressure and temperature determine the state of a substance, whether it will be solid, liquid or gas. നമുക്കറിയാം ഐസ് ചൂടാക്കി കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് മാറും. വെള്ളത്തിന് ഹൈ പ്രഷറും അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് സോളിഡായിട്ട് മാറും, ഐസായിട്ട് തിരിച്ചു മാറും. അപ്പോൾ അവിടെ നിർണ്ണയിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ് നിർണ്ണയിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ടെമ്പറേച്ചറാണ്, മറ്റൊന്ന് പ്രഷറാണ്. ഓക്കെ, ഒരിക്കലും വോളിയമായിട്ട് ബന്ധപ്പെട്ടല്ല. എ ഉണ്ട്, ബി ഉണ്ട്, ടെമ്പറേച്ചറും ഉണ്ട്, പ്രഷറും ഉണ്ട്. സോ ഓപ്ഷൻ എ ആൻഡ് ബി ഓൺലി എന്നുള്ളതാണ് ഇവിടെയുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വി എക്സ്പ്രസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഇൻ വേരിയസ് വേസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് ഇൻകറക്റ്റ്? സെയിം കൺസെപ്റ്റ് ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കോൺസെൻട്രേഷൻ രീതികൾ എന്തൊക്കെയാണ്? ഒന്ന് മാസ് ബൈ മാസ്, രണ്ട് എന്താണ് മാസ് ബൈ വോളിയം, മൂന്നാമത്തെ എന്താണ് വോളിയം ബൈ വോളിയം. മാസ് ബൈ മാസ്, മാസ് ബൈ വോളിയം, വോളിയം ബൈ വോളിയം. അപ്പോൾ ഇതിലില്ലാത്ത എന്താ നോക്കാം? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഉണ്ട്, മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഉണ്ട് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ. വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് ഉണ്ട്, പക്ഷെ എന്തില്ല? വോളിയം ബൈ മാസ് ഇല്ല. കറക്റ്റ് ഓപ്ഷൻ ഡി. ശരി, നമുക്കൊരു ഉദാഹരണം നോക്കാം. എ സൊല്യൂഷൻ കണ്ടെയ്ൻ 40 gram ഓഫ് കോമൺ സാൾട്ട് ഇൻ 320 gram ഓഫ് വാട്ടർ. കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മാസ് ബൈ മാസ്. മാസ് ബൈ മാസ് കോൺസെൻട്രേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാസ് ബൈ മാസ് കോൺസെൻട്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഓഫ് സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷന്റെ മാസ് ഇൻറ്റു 100 ആണ് മാസ് ബൈ മാസ് കോൺസെൻട്രേഷൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ, സൊല്യൂഷന്റെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഉപ്പാണെന്ന് പറയുന്നുണ്ട്. ഉപ്പാണ് സൊല്യൂട്ട്, കുറഞ്ഞ അളവിലുള്ളതാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഒരു സൊല്യൂഷനിൽ കുറഞ്ഞ അളവിലുള്ളത് സൊല്യൂട്ട്, അത് 40 gram ഉണ്ട്. ഇനി സോൾവെന്റ് അതിനെ ലയിപ്പിക്കുന്ന വലിയ കമ്പോസിഷൻ, വലിയ പെർസെൻറ്റേജിലുള്ള അല്ലെങ്കിൽ വലിയ മാസിലുള്ള വസ്തുവിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത്. 320 gram വെള്ളത്തിലാണ് അതിനെ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സോൾവെന്റ് എന്താണ്? വാട്ടറാണ്. ഇവിടെ സോൾവെന്റ് വാട്ടറും സൊല്യൂട്ട് സാൾട്ടുമാണ്. സാൾട്ട് 40 gram എന്ന ചോദ്യത്തിൽ പറയുന്നുണ്ട്. സോൾവെന്റ് എത്ര ഗ്രാം ഉണ്ട്? 320 gram ഉണ്ട്. ഈ സൊല്യൂട്ടും സോൾവെന്റും ചേർന്നാലേ എന്താവുള്ളൂ? സൊല്യൂഷൻ ആയിട്ട് മാറും. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആണ് സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷന്റെ മാസ് എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ മാസിനെയും സോൾവെന്റിന്റെ മാസിനെയും ആഡ് ചെയ്യുമ്പോഴാണ് സൊല്യൂഷന്റെ മാസ് കിട്ടുക. താഴെ എന്താണ്? മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പൊ തെറ്റിപ്പോരുത്. സൊല്യൂഷന്റെ മാസ് കാണുമ്പോൾ നമ്മൾ 40ഉം 320ഉം കൂട്ടണം. മാസ് ഓഫ് സൊല്യൂട്ട് എന്താണ്? 40 gram. മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 40ന്റെ കൂടെ 320 കൂട്ടണം. കാരണം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സൊല്യൂട്ടും സോൾവെന്റും ചേർന്ന അവസ്ഥയാണ്. അപ്പം 40/40 പ്ലസ് 320 എത്ര കിട്ടും? 40/360 ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1/9 എന്ന് കിട്ടും അല്ലേ? 1/9 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 11.11% ഇവിടെയുള്ള സാൾട്ടിൻ്റെ പെർസെൻറ്റേജ്. ഇത്രയേ ഉള്ളൂ ചോദ്യം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. When particles of two different types of matter randomly mix due to the inherent random movement of particle, the process is called. NCERT പറയുന്നുണ്ട്. Okay. This intermixing of particles of two different types of matter on their own is called diffusion. ചന്ദനത്തിരി കത്തുമ്പോൾ മണം പെട്ടെന്ന് പകരുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ട് ടൈപ്പ് മാറ്റർ പെട്ടെന്ന് റാൻഡമായിട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിഫ്യൂഷൻ. ഇന്റർമിക്സിങ് എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2 different types ഓഫ് മാറ്റർ എന്ന് കാണുന്നുണ്ട്. 2 different types ഓഫ് മാറ്ററിന്റെ ഇന്റർമിക്സിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിഫ്യൂഷൻ എന്ന് പറയാം. ഡിഫ്യൂഷൻ. അപ്പോൾ ഇവിടെ പറയുന്ന പ്രോസസ്സ് എന്താണ്? വെൻ പാർട്ടിക്കിൾസ് ഓഫ് 2 different types ഓഫ് മാറ്റർ കണ്ടോ റാൻഡംലി മിക്സ് ഡ്യൂ ടു ഇൻഹറന്റ് റാൻഡം മൂവ്മെന്റ്, ദ പ്രോസസ് ഈസ് കോൾഡ് ആസ് വാട്ട്? എന്താ? ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following statement best differentiate a compound from a solution? ഒരു സൊല്യൂഷനിൽ നിന്ന് കോമ്പൗണ്ടിനെ വേർതിരിക്കുന്നത് എന്താണ്? Compounds are mixtures of 2 or more elements, while solutions are mixtures of compounds only. Then a compound can be separated by physical method. പറ്റോ? ഇല്ല. ഫിസിക്കൽ മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കെമിക്കൽ മെത്തേഡ് വഴി വേണം. while a solution cannot. കോമ്പൗണ്ട്സ് ആർ ഓൾവേസ് ലിക്വിഡ്. അങ്ങനെയാണോ? എല്ലാ കോമ്പൗണ്ടും ലിക്വിഡ് ആവണമെന്നില്ല. H2O ലിക്വിഡ് ആണ്, പക്ഷെ മീഥെയിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അതെന്താണ്? ഗ്യാസ് ആണ്.
ബട്ട് സൊല്യൂഷൻ ക്യാൻ ബി ഇൻ എനി സ്റ്റേറ്റ്. സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കും? സൊല്യൂഷൻ മോസ്റ്റ്ലി ദ്രാവകാവസ്ഥയിലാണ് നമുക്ക് കാണാറുള്ളത്. എന്ന് വെച്ച് കോമ്പൗണ്ട് എപ്പോഴും ലിക്വിഡ് ആവണമെന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എ കോമ്പൗണ്ട് ഹാസ് ഫിക്സഡ് കമ്പോസിഷൻ ആൻഡ് ഡെഫിനറ്റ് പ്രോപ്പർട്ടീസ് അൺലൈക്ക് എ സൊല്യൂഷൻ. അവിടെയാണ് വ്യത്യാസം, അല്ലേ? എ കോമ്പൗണ്ട് ഹാസ് എ ഫിക്സഡ് കമ്പോസിഷൻ ആൻഡ് ഡെഫിനറ്റ് പ്രോപ്പർട്ടീസ്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള കമ്പോസിഷൻ ഉണ്ട്, ഡെഫിനറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഫിക്സഡ് കമ്പോസിഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ആ കമ്പോസിഷൻ മാറ്റാം, അല്ലെ? കമ്പോസിഷൻ മാറ്റാം, അൺലൈക്ക് എ സൊല്യൂഷൻ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി. ഇവിടെ നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് കോമ്പൗണ്ട്സ് ആർ മിക്സ്ചേഴ്സ്. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ മിക്സ്ചേഴ്സ് ആണോ? അല്ലെ, കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസിന്റെ ഒരു വിഭാഗമാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസിന്റെ ഒരു വിഭാഗമാണ്. ശരി, അപ്പോൾ ഇവിടെ ബെസ്റ്റ് ഡിഫറൻഷിയേറ്റിംഗ് രീതി എന്ന് പറയുന്നത് എന്താണ്? എ കോമ്പൗണ്ട് ഹാസ് ഫിക്സഡ് കമ്പോസിഷൻ ആൻഡ് ഡെഫിനറ്റ് പ്രോപ്പർട്ടീസ് അൺലൈക്ക് എ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് NCERT പറയുന്നുണ്ട്. സൊല്യൂഷൻ ഈസ് എ ഹോമോജിനസ് മിക്സ്ചർ. ദ പാർട്ടിക്കിൾ ഓഫ് സൊല്യൂഷൻ ആർ സ്മോളർ ദാൻ 1 നാനോമീറ്റർ. വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ്, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. ബിക്കോസ് ഓഫ് വെരി സ്മോൾ പാർട്ടിക്കിൾ സൈസ് ദേ ഡു നോട്ട് സ്കാറ്റർ. ഇതെന്ത് എഫക്റ്റ് കാണിക്കില്ല? ടിൻഡൽ എഫക്റ്റ് കാണിക്കില്ല. ടിൻഡൽ എഫക്റ്റ് ആര് കാണിക്കില്ല? സൊല്യൂഷൻ കാണിക്കില്ല. ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദ മിക്സർ ബൈ ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ വഴി നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ. അത്രയും ചെറിയ പാർട്ടിക്കിളാണ്, ഒരിക്കലും സെറ്റിൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇയാളെന്താണ്? സ്റ്റേബിളാണ്. അപ്പോൾ ഓർത്ത് വെക്കണം, സൊല്യൂഷനും കൊളോയിഡും സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ സസ്പെൻഷൻ എന്താണ്? അൺസ്റ്റേബിൾ ആണ് എന്ന് ഓർത്ത് വെക്കുക. ദെൻ അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്. ഡിസ്പേഴ്സിംഗ് മീഡിയം ഈസ് ദ കമ്പോണന്റ് ഇൻ വിച്ച് ഇറ്റ്സ് ഫേസ് ഈസ് സസ്പെൻഡഡ്. A colloid is a homogeneous mixture. They can be separated from the mixture by the process of filtration. The components of a colloid solution are not dispersed phase. Okay. അപ്പോൾ കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതൊരു ഹെട്രോജിനസ് മിക്സർ ആണ്. പാർട്ടിക്കിൾസ് ഭയങ്കര സ്മോളാണ്. സ്കാറ്ററിങ് കാണിക്കും, അത് ടിൻഡൽ എഫക്റ്റ് കാണിക്കും. സൊല്യൂഷൻ എന്താണ്? സ്റ്റേബിൾ ആണ്. ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, സെൻട്രിഫ്യൂഗേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യണം. ദ കമ്പോണൻസ് ഓഫ് എ കൊളോയിഡൽ സൊല്യൂഷൻ ആർ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. അതായത് ഒരു സൊല്യൂഷൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻ എന്തൊക്കെയുണ്ട്? ഒരു സൊല്യൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ സോൾവെന്റും ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു കൊളോയിഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ സൊല്യൂട്ട് പോലെ അവിടെ എന്തുണ്ട്? ഡിസ്പേഴ്സിങ് ഫേസ് എന്ന് പറയുന്ന ആളുണ്ട്. ഡിസ്പേഴ്സിങ് ഫേസ് സൊല്യൂട്ട് പോലെയാണ്. സോൾവെന്റ് പോലെ എന്താണ്? ഡിസ്പേഴ്സിങ് മീഡിയം. എന്തിലാണോ ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നത് അത് സോൾവെന്റ് പോലെയാണ്. അതുകൊണ്ട് ഡിസ്പേഴ്സിങ് മീഡിയം എന്ന് വിളിക്കും. The solute like component of dispersed particles in the colloid form dispersed phase, and the component in which the dispersed phase is suspended is known as dispersing medium. Okay? Yes. ഇനി നോക്കാം. Dispersing medium is the component in which its phase is suspended. ശരിയാണല്ലോ? ഇതാ, in which its phase is suspended എന്ന് കൃത്യമായിട്ട് NCERT പറയുന്നുണ്ട്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. A colloid is a homogeneous mixture. അല്ല, colloid heterogeneous mixture ആണ്. They can be separated from a mixture by filtration. Filtration അല്ല, centrifugation വഴിയാണ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. The component of a colloid solution are not dispersed phase. ആണ്, സൊല്യൂട്ടിനെയാണ് നമ്മൾ ഡിസ്പേഴ്സ് ഫേസ് എന്ന് വിളിക്കുന്നത്. ഇതും തെറ്റാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ. ഡിസ്പേഴ്സിംഗ് മീഡിയം ഈസ് ദ കമ്പോണന്റ് ഇൻ വിച്ച് ഇറ്റ് ഈസ് സസ്പെൻഡഡ്. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം, which of the following correctly identifies a solution where the solute and solvent are both elements and the solution is homogeneous? Homogeneous ആയിരിക്കണം. അതുപോലെ തന്നെ സൊല്യൂട്ടും സോൾവെന്റും എന്തായിരിക്കണം? രണ്ടും സെപ്പറേറ്റ് എലമെന്റ് ആയിരിക്കണം. കാർബൺ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. കാർബൺ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. കാർബൺ എന്ന് പറയുന്ന ഈ ചാരം, കരി പോലെയാണ്. H2O എന്ന് പറയുന്നത് വെള്ളമാണ്. ഓൺ ദ ഫസ്റ്റ് ഹാൻഡ് ഇത് ഒരിക്കലും എന്തായിരിക്കില്ല? ഹോമോജിനസ് ആയിരിക്കില്ല, ഹെട്രോജിനസ് ആയിരിക്കും. നമുക്ക് നോക്കിയാൽ തന്നെ മാറി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓപ്ഷൻ എ അല്ല. ഓക്സിജൻ മിക്സ്ഡ് വിത്ത് നൈട്രജൻ. ഓക്സിജൻ ഒരു മൂലകമാണ്.
അതിനെ നൈട്രജൻ്റെ കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്സിജൻ മൂലകം, നൈട്രജൻ മൂലകം. നമ്മുടെ എയറിൽ എന്താണ് ഓക്സിജനും നൈട്രജനും ഒക്കെ ഉണ്ട്, പക്ഷേ അവർ വേറെ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് ഹോമോജിനസ് ആണ്. കറക്റ്റാണ്. അയൺ ഫില്ലിങ്സ് മിക്സഡ് വിത്ത് സൾഫർ. അയണും ഇരുമ്പും സൾഫറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. ഒരിക്കലും ഹോമോജിനസ് അല്ല. എന്താണ് ഹെട്രോ ആയിരിക്കും. അപ്പോൾ ഇതല്ല. ഷുഗർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. പഞ്ചസാരയും വെള്ളം കൂടി ചേർന്ന ഹോമോജിനസ് മിക്സറാണ്. പക്ഷേ പഞ്ചസാര ഒരു കോമ്പൗണ്ടാണ്, വെള്ളം ഒരു കോമ്പൗണ്ടാണ്. നമുക്ക് വേണ്ടത് എലമെന്റുകളാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്, നമ്മൾ NCERTയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. സൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ വാട്ടർ. എയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസ് ഇൻ ഗ്യാസ്. എയർ ഈസ് എ ഹോമോജിനസ് മിക്സ്ചർ. ഇവിടെ 2 കോൺസ്റ്റിറ്റ്യൂന്റ് ഉണ്ട്, ഓക്സിജൻ എന്നുള്ള എലമെന്റും നൈട്രജൻ എന്നുള്ള എലമെന്റും. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിഫറൻഷിയേറ്റ് എ മിക്സ്ചർ ഫ്രം എ കോമ്പൗണ്ട്? മിക്സ്ചറും കോമ്പൗണ്ടും. ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ഉദാഹരണത്തിലൂടെ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കണം. എ കോമ്പൗണ്ട് ഷോ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്. അങ്ങനെയാണോ? H2O നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജന്റെയും പ്രോപ്പർട്ടീസ് H2O കാണിക്കും? ഇല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എ മിക്സ്ചർ ഓൾവേസ് കണ്ടെയ്ൻ എലമെന്റ്സ് ഇൻ ദ ഫിക്സഡ് റേഷ്യോയിലല്ല, വേരിയബിൾ റേഷ്യോയിലാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. അല്ല. എ കോമ്പൗണ്ട് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് ബൈ ഫിസിക്കൽ മെത്തേഡ്. ഒരിക്കലും അല്ല. H2O നിങ്ങൾ ഫിസിക്കൽ മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെന്ത് വേണം? കെമിക്കൽ മെത്തേഡ് വേണം. എ മിക്സ്ചർ റീറ്റെയിൻസ് ദ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ്. അത് കറക്റ്റാണ് അല്ലേ? അതായത് ഷുഗറും സാൻഡും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗറിന്റെ പ്രോപ്പർട്ടിയും സാൻഡിന്റെ പ്രോപ്പർട്ടിയും കാണിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. എ സൊല്യൂഷൻ ഈസ് സെറ്റ് ടു ബി സ്റ്റേബിൾ. ഒരു സൊല്യൂഷൻ സ്റ്റേബിൾ ആവണമെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അത് സെറ്റിൽ ചെയ്യാൻ പാടില്ല. താഴോട്ടേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം വന്നടിയാൻ പാടില്ല. ചെളിവെള്ളം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ചെളി താഴെ വന്നടിയല്ലോ, അത് അൺസ്റ്റേബിൾ ആയിപ്പോയി. അപ്പം സ്റ്റേബിൾ സൊല്യൂഷനിൽ ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല? സെറ്റിൽ ചെയ്യില്ല. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സൊല്യൂഷൻ ഈസ് set to be stable when the solute particles do not settle down when left undisturbed എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡു നോട്ട് സെറ്റിൽ, ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ പാടില്ല. The solute particles cannot be separated from the mixture by the process of filtration. The solute particle do not settle down when left unstable. That is, solution is stable. Solute particle do not settle down when left undisturbed. That is, solution is stable. സെലക്ട് ദ കറക്റ്റ് എക്സാമ്പിൾ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്. ക്രിസ്റ്റൽ രീതിയിൽ നിൽക്കുന്ന സോളിഡുകളുടെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? അപ്പോൾ NCERT പറയുന്നുണ്ട് ഷുഗറും സാൾട്ടും ക്രിസ്റ്റലായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാൻഡ് എന്ന് പറയുന്ന ക്വാർട്സ് ആയിട്ടുള്ള സിലിക്കൺ ഓക്സൈഡുകളുടെ ക്രിസ്റ്റലാണ്. അപ്പോൾ ഷുഗർ, സാൾട്ട്, സാൻഡ് എല്ലാം എന്താണ്? ക്രിസ്റ്റലൈൻ സോൾട്ട്സ് ആണ്. ഓപ്ഷൻ ഡി, ക്രിസ്റ്റലൈൻ സോൾട്ട്സ് ആണ്. എ മിക്സ്ചർ ഡിഫേഴ്സ് ഫ്രം എ കോമ്പൗണ്ട് ഇൻ ദാറ്റ്. മിക്സ്ചറും കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇറ്റ് കമ്പോണൻസ് കനോട്ട് ബി സെപ്പറേറ്റഡ്. അല്ലല്ലോ. ഇറ്റ് ഹാസ് ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ്. അല്ല. ഇറ്റ് ഷോസ് കമ്പൈൻഡ് പ്രോപ്പർട്ടീസ് ഓൺലി. ഇറ്റ് കമ്പോണൻസ് റീറ്റെയിൻ ദ പ്രോപ്പർട്ടി. അത് ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെ പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് മിക്സ്ചർ വ്യത്യസ്തരായിട്ട് ഇരിക്കുന്നത്. ഷുഗർ പ്ലസ് ഷുഗറിന്റെ സാൻഡിന്റെ പ്രോപ്പർട്ടി കാണിക്കും. റീറ്റെയിൻ ദയർ പ്രോപ്പർട്ടീസ്. ഓപ്ഷൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഷോ ടിൻഡൽ എഫക്ട്? ടിൻഡൽ എഫക്ട് കാണിക്കാത്തത് എന്ത്? നമ്മൾ ടിൻഡൽ എഫക്ട് നോക്കിക്കഴിഞ്ഞാൽ ടിൻഡൽ എഫക്ട് ആരൊക്കെ കാണിക്കുന്നുണ്ട്? അതായത് വെളിച്ചത്തിനെ സ്കാറ്റർ ചെയ്യുന്നത് സസ്പെൻഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, സസ്പെൻഷന് ടിക്ക് മാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കൊളോയിഡും ടിൻഡൽ എഫക്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്ത് കാണിക്കില്ല? സൊല്യൂഷൻ ഒരിക്കലും കാണിക്കില്ല. ഓപ്ഷൻ ഡി, സ്റ്റാർച്ച് സൊല്യൂഷൻ എന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രോപ്പർ ഒരു സൊല്യൂഷൻ എന്നുള്ളത് ഏതാണ്? സൊല്യൂഷൻ്റെ എക്സാമ്പിളായിട്ട് NCERT പറയുന്നുണ്ട്. സൊല്യൂഷൻ്റെ എക്സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊളോയിഡിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. കൊളോയിഡിൽ തന്നെ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ കൊളോയിഡും സസ്പെൻഷനും ടിൻഡൽ എഫക്റ്റ് കാണിക്കുന്നുണ്ട്, സൊല്യൂഷൻ കാണിക്കുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കൊളോയിഡിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ. അതിൽ എമൽഷൻ, മിൽക്ക് ഒക്കെ വരുന്നുണ്ട്. എമൽഷൻ, മിൽക്ക് ഇതൊക്കെ കൊളോയിഡാണ്. അപ്പോൾ ഒരിക്കലും എമൽഷനും മിൽക്കൊന്നും ആൻസർ ആയിട്ട് വരില്ല. സ്റ്റാർച്ച് എന്ന് പറയുന്നതും എന്താണ്? ടിൻഡൽ എഫക്റ്റ് കാണിക്കുന്നതാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ത് കാണിക്കില്ല? ടിൻഡൽ എഫക്റ്റ് കാണിക്കില്ല. അതൊരു പ്രോപ്പർ സൊല്യൂഷൻ ആയിട്ട് നിൽക്കും. അത്രയും പാർട്ടിക്കിൾസിന്റെ സൈസ് കുറവാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വിൽ നോട്ട് ഷോ ടിൻഡൽ എഫക്റ്റ്.
ടിൻഡൽ എഫക്റ്റ്. ഓക്കെ. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ സെപ്പറേറ്റഡ് ബൈ, കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സി വെച്ച് തുടങ്ങുന്ന എന്താ, സെൻട്രിഫ്യൂഗേഷൻ വേണം. ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫിൽട്രേഷൻ യോജിച്ച പ്രോസസ് അല്ല. സെൻട്രിഫ്യൂഗേഷൻ വഴിയാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹോമോജിനസ് മിക്സ്ചർ? സാൻഡ് ആൻഡ് അയൺ ഹോമോജിനസ് അല്ല, ഹെട്രോ ആണ്. ദെൻ എയർ എന്ന് പറയുന്ന ഹോമോയാണ്, ഹോമോജിനസ് മിക്സ്ചർ ആണ്. വാട്ടറും ഐസും മിക്സ്ചർ എന്ന് പറയാൻ പറ്റില്ല. വാട്ടർ H2O ആണ്, ഐസും H2O ആണ്. അത് രണ്ടും പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ്, ഒരു മിശ്രിതമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഓയിൽ ആൻഡ് വാട്ടർ ഹെട്രോ ആണ്. ഓപ്ഷൻ ബി ഹോമോജിനസ് മിക്സ്ചറിന്റെ എക്സാമ്പിൾ എയർ. Then, which property distinguishes a homogeneous mixture from a heterogeneous mixture? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ടേബിളിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു, ഹോമോജിനസ് മിക്സറിന് എന്താണ്, യൂണിഫോം കമ്പോസിഷൻ ആണ്. പക്ഷേ ഹെട്രോജിനസ് മിക്സറിന് എന്താണ്, നോൺ യൂണിഫോം കമ്പോസിഷൻ ആണ്. ഇതാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഹോമോയ്ക്ക് യൂണിഫോം, ഹെട്രോയ്ക്ക് നോൺ യൂണിഫോം. അപ്പോൾ ഏതാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന? ഓപ്ഷൻ സി, യൂണിഫോം കമ്പോസിഷൻ എന്നുള്ള ആ ഒരു ഘടകമാണ്. ഓക്കെ. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ടോപ്പിക്കിലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, ഫോർമുല യൂണിറ്റിനെ പറ്റി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ സസ്പെൻഷൻ? സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സസ്പെൻഷൻ ഈസ് എ ഹെട്രോജിനസ് മിക്സ്ചർ. ശരിയാണ്, ഹെട്രോജിനസ് മിക്സ്ചർ ആണ്. ദ പാർട്ടിക്കിൾസ് ഓഫ് എ സസ്പെൻഷൻ സ്കാറ്റർ ഓഫ് ബീം ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ്. ശരിയാണ്, ടിൻഡൽ എഫക്റ്റ് കാണിക്കും. ദ പാർട്ടിക്കിൾ ഓഫ് സസ്പെൻഷൻ ക്യാൻ ബി സീൻ ബൈ എ നേക്കഡ് ഐ. അതെ, സസ്പെൻഷനിലെ പാർട്ടിക്കിൾസിന് വലിപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റും. 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എ ബി ആൻഡ് സി സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ശരിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്മെന്റ് എ ആണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. ശരിയാണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സ് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഫിസിക്കൽ ചേഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ ഒരു ദിശയിലേക്കും മറുദിശയിലേക്കും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഫിസിക്കൽ ചേഞ്ചിന്റെ പ്രത്യേകത. അതായത് ഐസ് ചൂടാക്കിയ വെള്ളമാക്കാം, വെള്ളത്തിനെ തണുപ്പിച്ചാൽ തിരിച്ച് ഐസിലേക്ക് എത്തിക്കാൻ പറ്റും. തിരിച്ച് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ ചേഞ്ച് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈസ് എ ഇറിവേഴ്സിബിൾ അല്ല, റിവേഴ്സിബിൾ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ മാറ്റാൻ പറ്റും അല്ലെ, റിവേഴ്സിബിൾ ആണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഫിസിക്കൽ ചേഞ്ച് റിവേഴ്സിബിൾ ആണ്, ഇറിവേഴ്സിബിൾ അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മുടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? ഓപ്ഷൻ എ, ഓൺലി എ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് കൊളോയിഡൽ? കൊളോയിഡിന്റെ എക്സാമ്പിൾ അല്ലാത്ത എന്താണ്? എയർ ആണ്. ഓപ്ഷൻ ഡി, എയർ. എയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോമോജിനസ് മിക്സറാണ്. ഹോമോജിനസ് മിക്സറിന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞ എയർ എന്ന് പറയുന്നത്. കൊളോയിഡുകൾ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഹെട്രോ ആണ്, ഹെട്രോജിനസ്. അതായത് മിൽക്ക്, മിസ്റ്റ്, സ്മോക്ക്, ഇതൊക്കെ ഹെട്രോ അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷൻസ് ആണ്. Which of the following experimental observation provide the strongest evidence for the existence of particle of matter? ഓക്കെ, എന്താണ് അതിന് കാണിക്കുന്നത്? അപ്പോൾ NCERT പറയുന്നുണ്ട്. NCERT പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വലിയൊരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ ക്രിസ്റ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് പിങ്ക് കളർ വരും. നമ്മൾ അതിനെ പിന്നെയും അതിനെ ഡൈല്യൂട്ട് ആക്കി കഴിഞ്ഞാലും എന്താണ്, ആ കളർ അതിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കൺക്ലൂഷൻ ആയിട്ട് NCERT പറയുന്നത്, വി കൺക്ലൂഡ് ദാറ്റ് ദർ മസ്റ്റ് ബി മില്യൻസ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് ഇൻ ജസ്റ്റ് വൺ ക്രിസ്റ്റൽ ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഒരു കഷ്ണം പൊട്ടാസ്യം പെർമാഗ്നേറ്റിൽ ഒരുപാട് ചെറിയ 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 പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ കളർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ സെയിം ആക്ടിവിറ്റി ക്യാൻ ബി ഡൺ യൂസിങ് 2 ml ഡെറ്റോൾ. 2 മില്ലി ഡെറ്റോൾ വെള്ളത്തിലേക്ക് ഇട്ടാലും നിങ്ങൾ പരസ്യം കണ്ടിട്ടാവും അത് ഇങ്ങനെ പടരുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഈ പറഞ്ഞ മാറ്ററിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് കുറച്ച് ഇങ്ക് ഒഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കളർ സ്പ്രെഡ് ചെയ്യുന്നത് ഇതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ടാണ്. സെയിം എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ട്രോങ്ങസ്റ്റ് എവിഡൻസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് പാർട്ടിക്കിൾസ് മാറ്റർ ഏതാണ്? A drop of ink spreads evenly in water without stirring. Ink പതിയെ
എല്ലായിടത്തും സ്പ്രെഡ് ആകുന്നുണ്ട് അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്റ്റിങ്ക്വിഷസ് എ കോമ്പൗണ്ട് ഫ്രം എ സൊല്യൂഷൻ? നമ്മൾ ഓൾറെഡി ഇതുപോലെയുള്ള ഒരു കോൺസെപ്ച്വൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് സൊല്യൂഷൻ. എ കോമ്പൗണ്ട് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻസ് ബൈ ഫിസിക്കൽ മെത്തേഡ്. തെറ്റാണ്. ബോത്ത് കോമ്പൗണ്ട് ആൻഡ് സൊല്യൂഷൻ ആർ ഓൾവേസ് ഹോമോജിനസ് ആൻഡ് കെമിക്കലി ബോണ്ടഡ്. അല്ല. എ കോമ്പൗണ്ട് ഹാസ് എ വേരിയബിൾ കമ്പോസിഷൻ. അല്ല. എ കോമ്പൗണ്ട് ഹാസ് എ ഫിക്സഡ് കമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഡിസ്റ്റിങ്സ് ഫ്രം കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ് അൺലൈക്ക് സൊല്യൂഷൻ. ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ശരി. സ്റ്റേറ്റ്മെന്റ് 1, സസ്പെൻഷൻ ഈസ് എ ഹോമോജനസ് മിക്സർ. അവിടെ തന്നെ തെറ്റി. സസ്പെൻഷൻ ഒരു ഹെട്രോ ആണ്. സ്റ്റേറ്റ്മെന്റ് 2, പാർട്ടിക്കിൾസ് ഓഫ് എ സസ്പെൻഷൻ ക്യാൻ ബി സീൻ വിത്ത് നേക്കഡ് ഐ. നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റും. ദ സൊല്യൂട്ട് പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ when a suspension is left undisturbed, that is suspension is unstable. ശരിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 3 ഈസ് കറക്റ്റ്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ്? 2ഉം 3ഉം കറക്റ്റാണ്, 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, സസ്പെൻഷൻസ് ആർ ഡിഫറെൻറ്റ് ഫ്രം സൊല്യൂഷൻ ബിക്കോസ്. അതെ, സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിനെ നമുക്ക് നഗ്നനേത്രങ്ങളിലൂടെ കാണാൻ പറ്റില്ല, പക്ഷേ സസ്പെൻഷനിലെ കാണാൻ പറ്റും. ദേ ക്യാൻ ബി സീൻ ബൈ നേക്കഡ് ഐസ്. സസ്പെൻഷൻ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സസ്പെൻഷൻ്റെ കാര്യത്തിനാണ് നമുക്ക് ഇത് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ സസ്പെൻഷനിലെ പാർട്ടിക്കിൾസിനെ നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാനായിട്ട് പറ്റും സൊല്യൂഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് പാർട്ടിക്കിൾസ് ഫ്രം എ സസ്പെൻഷൻ? സസ്പെൻഷൻ ആണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഫിൽട്രേഷൻ വഴിയാണ്. ഫിൽട്രേഷൻ, കാരണം പാർട്ടിക്കിൾസിൻ്റെ സൈസ് കൂടുതലാണ്. ഇനി കൊളോയിഡ്സ് ആണെങ്കിലോ, ഓർത്ത് വെക്കുക, കൊളോയിഡ്സ് ആണെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ വഴി. സെൻട്രിഫ്യൂഗേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന സസ്പെൻഷൻ ആണ്. ഓപ്ഷൻ ബി, ഫിൽട്രേഷൻ. ഓക്കെ, NCERT-യിൽ പറയുന്നുണ്ട്, ആ ഒരു ഭാഗം കൂടി കാണിച്ചിട്ടുണ്ട്. ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. Which statement accurately describe a key difference between mixtures and compounds regarding separation? They have sharp melting and boiling point. ശരിയാണ്. കോമ്പൗണ്ടുകൾക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. Their components can be separated by physical method. Which statement accurately describe a key difference between mixtures and compounds regarding separation? സെപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് മിക്സ്ചേഴ്സിനെ നമുക്ക് ഫിസിക്കൽ സെപ്പറേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാം, പക്ഷേ കോമ്പൗണ്ട്സിന് എന്താണ്, കെമിക്കൽ സെപ്പറേഷൻ വേണം. കെമിക്കലി അവരെ സെപ്പറേറ്റ് ചെയ്യണം. കെമിക്കൽ സെപ്പറേഷനാണ്. സെപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ? പാർട്ടിക്കിൾ സ്കാറ്റർ ബീം ഓഫ് ലൈറ്റ്. ശരിയാണ്. പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ. ഇല്ല, സെറ്റിൽ ചെയ്യുന്നില്ല. സൊല്യൂഷൻ എന്തായിരുന്നു, സ്റ്റേബിൾ ആയിരുന്നു. സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. അല്ല. കൊളോയിഡ് സി, സെൻട്രിഫ്യൂഗേഷൻ വഴി. പാർട്ടിക്കിൾസ് ആർ ഇൻവിസിബിൾ അണ്ടർ എ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റും. നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ല എന്നായിരുന്നു ചില സമയങ്ങളിൽ. ഓക്കെ, സോ പാർട്ടിക്കിൾ സ്കാറ്റർ എ ബീം ഓഫ് ലൈറ്റ്. വിച്ച് പ്രോപ്പർട്ടി ഡിസ്റ്റിങ്ക്വിഷസ് എ കോമ്പൗണ്ട് ഫ്രം മിക്സർ? ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ. കോമ്പൗണ്ടും മിക്സറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? കോമ്പൗണ്ടിന് ഫിക്സഡ് കമ്പോസിഷനും പ്രോപ്പർട്ടീസും ഉണ്ട്, പക്ഷേ മിക്സറിന് അതില്ല, വേരിയബിൾ കമ്പോസിഷനാണ്. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ? മിൽക്ക്. ഓപ്ഷൻ എ, മിൽക്ക്. ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് വാട്ടർ, സാൻഡ് ഇൻ വാട്ടർ. അതൊക്കെ എന്താ? ഷുഗർ സൊല്യൂഷൻ ഹോമോജിനസ് മിക്സറാണ്. സാൾട്ട് വാട്ടർ ഹോമോജിനസ് മിക്സറാണ്. സാൻഡ് ഇൻ വാട്ടർ ഹെട്രോജിനസ് ആണ്. പക്ഷേ കൊളോയിഡ് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി എന്താണ്? മിൽക്കാണ്, പാലാണ്. Which of the following is true for mixtures but not for compound? മിക്സ്ചറുകളെ സംബന്ധിച്ച് ശരിയും കോമ്പൗണ്ടുകളെ സംബന്ധിച്ച് ശരിയല്ലാത്തതുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കമ്പോണൻസ് ആർ പ്രസന്റ് ഇൻ ഫിക്സഡ് റേഷ്യോ. മിക്സ്ചറിന്റെ കേസിൽ അതല്ല. കമ്പോണൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ്. ശരിയാണ്. ഷുഗറും സാൻഡും ഫിസിക്കൽ മെത്തേഡ് വഴി. ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല, അത് കോമ്പൗണ്ടിലാണ്. കമ്പോണൻസ് ലോസ് ദെയർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ്. അല്ല, കമ്പോണൻസ് റീറ്റെയിൻ അവർ അതേപോലെ പ്രകടിപ്പിക്കും. ഷുഗറും സാൻഡും അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് പ്രകടിപ്പിക്കും. തെറ്റാണ്. ഓപ്ഷൻ ബി. വാട്ട് ഈസ് എ സസ്പെൻഷൻ ഇൻ കെമിസ്ട്രി? സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഹോമോജിനസ് അല്ല, കൊളോയിഡൽ അല്ല, ട്രൂ സൊല്യൂഷൻ അല്ല, പിന്നെന്താ? ഹെട്രോജിനസ് മിക്സർ വിത്ത് ലാർജ് പാർട്ടിക്കിൾ. അതിനാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്.
Which of the following best demonstrate that there is a space between particles of matter? ഇത് തെളിയിക്കുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, we saw that particles of sugar, salt, Dettol or potassium permanganate got evenly distributed in water. Similarly, when we make tea, coffee, lemonade, particles of one type of matter get into the spaces between particles of the other. This shows that there is enough space between particles of matter. ഈ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ട്, പിന്നെയും ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ സ്പേസിലേക്ക് ആഡ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ. ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ എന്നുള്ളതാണ് സ്പേസ്. അതായത് ഷുഗർ ആ വാട്ടറിൻ്റെ സ്പേസുകളിലേക്കൊക്കെ എക്സസ് ചെയ്യുന്നു. ഈ പാർട്ടിക്കിൾസ് ഒരിക്കലും ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തിട്ടല്ല, അവർക്കിടയിൽ എന്തുണ്ടാവും? സ്പേസ് ഉണ്ടാവും, നിശ്ചിതമായിട്ടുള്ള സ്പേസ് ഉണ്ടാവും. Which of the following best defines the concentration of the solution? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് സോൾവെന്റ് എന്നുള്ള രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. സോ ദ എമൗണ്ട് ഓഫ് സോൾവെന്റ് പ്രസന്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ അല്ല, സോൾവെന്റിന്റെ എമൗണ്ട് അല്ല, ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ. കറക്റ്റ് ആണ്. ദ എമൗണ്ട് ഓഫ് സോൾവെന്റ് പ്രസന്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ തെറ്റാണ്. ദ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ പ്രസന്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റ് തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് മേലെ വരണം, സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവെന്റ് താഴെയാണ് വരേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെട്രോജിനസ് മിക്സർ? കൂട്ടത്തിൽ ഹെട്രോ ആരാണ്? ഹെട്രോജിനസ് മിക്സർ. ഷുഗർ സൊല്യൂഷൻ ഹോമോജിനസ് ആണ്, ഹോമോജിനസ് മിക്സർ ആണ്. സോയിൽ ഹോമോജിനസ് അല്ല, ഹെട്രോ. സോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യത്യസ്ത പദാർത്ഥങ്ങൾ കാണാൻ പറ്റും. ഒരു ഫിക്സഡ് കമ്പോസിഷനൊന്നും അല്ല, യൂണിഫോം കമ്പോസിഷൻ അല്ല. സോയിൽ ഹെട്രോജിനസ് ആണ്. വിനെഗർ എന്താണ്? പ്യുവറാണ്. അല്ലെങ്കിൽ നമ്മൾ അസറ്റിക് ആസിഡ് എന്ന് പറയും, അത് പ്യുവർ ആയിട്ടുള്ള ഒരാളാണ്. എയർ എന്ന് പറയുന്നതും ഹോമോജിനസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഹെട്രോ എന്നുള്ളത്. ഓപ്ഷൻ ബി ഹെട്രോജിനസ്. അടുത്ത ചോദ്യം. In a laboratory, a student mixes charge in water and observes that the mixture is neither true solution nor a suspension. What property this mixture confirms it is a colloidal solution? ഈ ചാർജ് വെള്ളത്തിൽ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ അത് എന്തല്ല, അത് സൊല്യൂഷനുമല്ല സസ്പെൻഷനുമല്ല. ഇനി അത് കൊളോയിഡ് ആണെന്ന് സ്ഥിരീകരിക്കാൻ എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? The mixture is completely transparent and does not scatter light. അതല്ല. The particles settle down after some time. അത് കൊളോയിഡിൻ്റെ അല്ല. The particles are visible to naked eye. അല്ല, സസ്പെൻഷൻ്റെ ആണ്. The particles scatter a beam of light but do not settle on stand. കൊളോയിഡ് എന്ന് പറയുന്ന സ്റ്റേബിൾ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. Which of the following properties of suspension is incorrect? Incorrect statement. Particles of suspension can be separated from the mixes by the process of filtration. Particles of suspension can be separated by the process of filtration. ശരിയാണ് അല്ലേ? Suspension is a heterogeneous mixture. ശരിയാണ്. Particle of suspension do not scatter അല്ല, do scatter. Particle of suspension are visible to naked eye. Incorrect statement എന്നാണ് ഓപ്ഷൻ സി. Then, അടുത്ത ചോദ്യം. Liquids a small fraction of particle at the surface having higher kinetic energy which is able to break away from the forces of attraction of other particle will ultimately get converted into which state? അതായത് NCERT പറയുന്നുണ്ട്, നമ്മൾ ലിക്വിഡ് സർഫസ്, ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കുകയാണെങ്കിൽ അതിലെ സർഫസിലെ ഉപരിതലത്തിലെ വെള്ളത്തിലെ പാർട്ടിക്കിൾസിന് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് പുറമേക്ക് എസ്കേപ്പ് ആവും. സർഫസിൽ സംഭവിക്കുന്നതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇവാപ്രേഷൻ. കൈനറ്റിക് എനർജി കൂടിയിട്ടുള്ള ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭേദിച്ചുകൊണ്ട് പുറമേക്ക് പോകും, വേപ്പറായിട്ട് പോകും. ഇതിനെയാണ് ഇവാപ്രേഷൻ. സർഫസിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് ഇവാപ്രേഷൻ. ഓക്കെ, സോ ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇവാപ്രേഷൻ. ഇവാപ്രേഷൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? വേപ്പർ കിട്ടുന്നു. ഇവാപ്രേഷൻ്റെ ഫലമായിട്ട് എന്ത് കിട്ടുന്നു? വേപ്പർ കിട്ടുന്നു. ഓപ്ഷൻ സി. കണ്ടീഷൻ ടു ലിക്വിഫൈ ഗ്യാസ്. ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്ത് ലിക്വിഡ് ആക്കണമെങ്കിൽ, ഗ്യാസിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ ഗ്യാസിലേക്ക് നമ്മൾ പ്രഷർ കൂട്ടണം. ഹൈ പ്രഷർ. ലിക്വിഡിനെ ചൂടാക്കിയാലാണ് ഗ്യാസ് കിട്ടുക അല്ലെ? വെള്ളം ചൂടാക്കിയാൽ നീരാവി കിട്ടും. അത് നീരാവി തണുപ്പിച്ചാലാണ് തിരിച്ച് വെള്ളം ആവുക. അപ്പൊ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ലോ ടെമ്പറേച്ചർ. ഹൈ പ്രഷർ, ലോ ടെമ്പറേച്ചർ.
Increasing pressure and decreasing temperature, option C. Increasing pressure and decreasing temperature, we can liquefy gases. Alloys, air, lemonade and soda water are examples of which of the following categories of solution? ഇങ്ങനെയുള്ള കാറ്റഗറിയാണ് അലോയ്. അലോയ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു മിക്സർ തന്നെയാണ്. ദെൻ ലെമണേഡ്, നാരങ്ങ വെള്ളം, നാരങ്ങ വെള്ളം, അതുപോലെ തന്നെ സോഡ വാട്ടർ ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് സൊല്യൂഷൻ. ലെമണേഡ്, സോഡ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഹോമോജിനസ് മിക്സറാണ്. ലെമണേഡ്, അലോയ്, എയർ, സോഡ വാട്ടർ ഇതൊക്കെ ഹോമോജിനസ് മിക്സറിന്റെ ഉദാഹരണമാണ്. ഓപ്ഷൻ സി. അലോയ്സ് എന്ന് പറഞ്ഞാൽ ലോഹസങ്കരങ്ങൾക്ക് പക്ഷെ എന്തായിരിക്കും? വേരിയബിൾ കമ്പോസിഷൻ അവർ കാണിക്കും. അതായത് വേരിയബിൾ കമ്പോസിഷൻ. നമ്മൾ ബ്രോൺസിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ബ്രോൺസിൽ ഏകദേശം 30% സിങ്കും, ബ്രാസിൽ 30% സിങ്കും 70% കോപ്പറുമാണ്. ബ്രോൺസ് മറ്റൊരു ഉദാഹരണമാണ്. ഈ കമ്പോസിഷൻ വേണമെങ്കിൽ എനിക്ക് മാറ്റിക്കൊണ്ട് തന്നെ ബ്രാസിനെ ഉണ്ടാക്കാം. 40%, 60% എന്നുള്ള രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ വേരിയബിൾ കമ്പോസിഷൻ ഉണ്ട് അലോയ്സിന്. പക്ഷേ അവരെന്താണ്? ഹോമോജിനസ് മിക്സറാണ്. ഹോമോജിനസ്. A student wants to separate a heterogeneous mixture of mud and water collected from a pond. Based on your understanding of mixture, which method would be effective? മഡി വാട്ടർ എന്ന് പറഞ്ഞ ഒരു സസ്പെൻഷൻ ആണ്. എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഫിൽട്ടർ പേപ്പർ, ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാം. എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. കൊളോയിഡൽ എന്താണ്? ഹെട്രോജിനസ് ആണ്. അപ്പം ഓർത്ത് വെക്കേണ്ട എങ്ങനെയാണ്? സൊല്യൂഷൻ ഹോമോജിനസ്, കൊളോയിഡ് അതുപോലെ തന്നെ സസ്പെൻഷൻ എന്താണ്? ഹെട്രോജിനസ്. ഓപ്ഷൻ ബി. വാട്ട് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ? കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? heterogeneous mixture with fine particle. What happens to the concentration of a solution if more solute is added to the same amount of solute? പിന്നെ സൊല്യൂട്ട് പഞ്ചസാര പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം എമൗണ്ട് ഓഫ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ കൂടി വരും അല്ലേ? ഇറ്റ് ബിക്കംസ് മോർ കോൺസെൻട്രേറ്റഡ്. Which of the following statement is correct regarding property of gaseous state? In gaseous state, intermolecular distance, gaseous stateൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. വെരി ലോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഈസ് വെരി ലാർജ്. അല്ല, അട്രാക്ഷൻ ഏറ്റവും ലോ ആണ്. ലോ അട്രാക്ഷൻ, ലാർജ് സ്പേസ്. Gaseous state, intermolecular distance is very large and intermolecular attraction is very low. This is the correct statement. Option B ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇതാണ് വാതകാവസ്ഥയുടെ പ്രത്യേകത. In a 250 ml 5 gram of solute is dissolved. What is the mass by volume? മാസും തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട് അല്ലെ? മാസ് ഓഫ് സൊല്യൂട്ട് ആണ് തന്നിട്ടുള്ളത്, അതുപോലെ തന്നെ സൊല്യൂഷന്റെ വോളിയമാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സൊല്യൂട്ട് ബൈ സൊല്യൂഷൻ ആണ് അല്ലെ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. മാസ് ഓഫ് സൊല്യൂട്ട് 5 gram, മാസ് ബൈ വോളിയമാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. 5 gram ഡിവൈഡഡ് ബൈ 250 ml. 5 divided by 250, 1/50 അല്ലേ? 1/50 into 100 അല്ലേ? 1/50 into 100 എത്ര വരും? 2% എന്ന് വരും. ഓപ്ഷൻ എ 2% ആണ് കറക്റ്റ് ആൻസർ. When sugar is dissolved in water, the particles of sugar എന്താ ചെയ്യുക? Gets into the spaces between water particlesന്റെ ഇടയിലുള്ള സ്പേസ് പോയി അവർ ഓക്യുപ്പൈ ചെയ്യും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹോമോജിനസ് മിക്സർ? എയർ കണ്ടോ? എയർ ഒരു ഹോമോജിനസ് മിക്സറാണ്. ഓയിൽ ആൻഡ് വാട്ടർ ഹെട്രോ, സോയിൽ ഹെട്രോ, സാൻഡ് ആൻഡ് അയൺ ബിൽഡിങ്സ് ഇതൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യസ്ത ആൾക്കാരുണ്ട്. ഹെട്രോ ആണ് ബാക്കിയുള്ളവരൊക്കെ. സെലക്ട് ദ ഓപ്ഷൻ റിഗാർഡിംഗ് ദ മാറ്റർ വിച്ച് ഹാസ് സഫിഷ്യൻറ്റ് സ്പേസസ് ബിറ്റ്വീൻ ദം ഓർ ആർ നോട്ട് ടൈറ്റ്ലി പാക്ഡ്. സാൾട്ട്, അയൺ, ഷുഗർ. Select the option regarding the matter which has sufficient space between them or are not tightly packed. Tightly packed
ടൈറ്റ്ലി പാക്ക്ഡ് അല്ലാത്തത് ആരൊക്കെയാണ്? അതായത് ഷുഗറും സാൾട്ടും നോക്കിക്കഴിഞ്ഞാൽ അയൺ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി സോളിഡ് ആയിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ തന്നെ പാർട്ടിക്കിൾസ് വളരെ അടുത്തടുത്തായിരിക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉള്ളത് അയൺ എന്ന് പറയുന്ന മെറ്റൽസ് ആണ്. മെറ്റൽസ് എന്ന് പറയുമ്പോൾ വളരെ കട്ടിയുള്ള വസ്തുക്കളാണ്, അടുത്തടുത്തായിരിക്കും പാർട്ടിക്കിൾസ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷുഗറിനും സാൾട്ടിനും എന്തായിരിക്കും? ഇത് കുറവായിരിക്കും. സ്പേസ് ഉണ്ടാവും എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബോത്ത് ഷുഗർ ആൻഡ് സാൾട്ട് ഹാസ് സഫിഷ്യൻറ്റ് സ്പേസ്. സാൾട്ട് ഡിസോൾവ്സ് ഇൻ വാട്ടർ ബിക്കോസ് എന്തുകൊണ്ട് അലിയുന്നത്? വാട്ടർ ഹാസ് സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഫോർ അയൺസ് ടു എൻ്റർ. സ്പേസ് ഉള്ളത് കൊണ്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫറൻഷിയേറ്റ് എ മിക്സർ ഫ്രം എ കോമ്പൗണ്ട്? മിക്സറിൽ നിന്ന് കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. മിക്സർ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തഡ് വൈൽ കോമ്പൗണ്ട്സ് റിക്വയർ കെമിക്കൽ മെത്തഡ്. അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വാട്ട് ഹാപ്പൻസ് വെൻ യു ഡിസോൾവ് ഷുഗർ ഇൻ വാട്ടർ? ഷുഗർ പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ സ്പേസസ് ബിറ്റ്വീൻ വാട്ടർ പാർട്ടിക്കിൾസ്. ഇത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു കൺസെപ്റ്റ് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സസ്പെൻഷൻ? സസ്പെൻഷൻ പാർട്ടിക്കിൾ ഡു നോട്ട് സെറ്റിൽ അല്ല. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് അല്ല. ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുക. ഡു നോട്ട് സെറ്റിൽ അല്ല. പാർട്ടിക്കിൾ കനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐസ് എന്നല്ല. ക്യാൻ ബി. സസ്പെൻഷൻ ഈസ് എ ഹെട്രോജിനസ് മിക്സർ. ശരിയാണ് അല്ലേ? ഇത് ശരിയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ബാക്കി എല്ലാം തെറ്റാണ്. എസ്റ്റിമേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഇൻ ടേംസ് ഓഫ് മാസ് ബൈ മാസ്. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ്. 50 ഗ്രാം സൊല്യൂട്ട് തന്നിട്ടുണ്ട്. 50 ഗ്രാം സൊല്യൂട്ടാണ്. ഇവിടെ ശ്രദ്ധിക്കണം, സോൾവെന്റിന്റെ മാസ് ആണ് തന്നിട്ടുള്ളത്. 300 ഗ്രാം സോൾവെന്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് ബൈ സൊല്യൂഷൻ എന്നാണ്. സൊല്യൂട്ട് ബൈ സൊല്യൂഷൻ. അപ്പം 50 ഗ്രാം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് സോൾവെന്റ് ആഡ് ചെയ്യണം. 50 പ്ലസ് 300 350 ഡിവൈഡഡ് ബൈ 100. സോ 5/35 1/7 എന്ന് വരും. 1/7 × 100 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 14.28% വരും പെർസെൻറ്റേജ്. ഓപ്ഷൻ എ. ശ്രദ്ധിക്കണം, തെറ്റിപ്പോരുത്. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ താഴെ 300 അല്ല, സൊല്യൂഷൻ്റെ മാസമാണ് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. വാട്ട് ഹാപ്പൻസ് വെൻ വി ഡിസോൾവ് ഷുഗർ ഇൻ വാട്ടർ? പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്യുക അല്ലേ. ദ പാർട്ടിക്കിൾസ് ഓഫ് ഷുഗർ ഗെറ്റ് ഇൻ ടു സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. Which of the following is true about heterogeneous mixture? Heterogeneous mixture എന്താണ്? Heterogeneous mixture എന്താണ്? The individual substance retain their property. Sugar plus sand ഓർത്ത് വെച്ചാൽ മതി. അവരുടെ പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്ത് വെക്കും. Which of the following will show diffusion fast? Diffusion എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ആണ്. മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഗ്യാസ് ആയിരിക്കും മാക്സിമം ഡിഫ്യൂഷൻ നടക്കുക. ഡിഫ്യൂഷൻ്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഗ്യാഷ്യസ് സ്റ്റേറ്റിൻ്റെ റേറ്റ് അത് കഴിഞ്ഞിട്ടാണ് ലെസ് ദാൻ ലിക്വിഡ് ദെൻ സോളിഡ്. ഏറ്റവും മിനിമം സോളിഡ് ദെൻ ലിക്വിഡ്, ഏറ്റവും മാക്സിമം എന്താണ്? ഗ്യാസിനാണ്. ഓക്കെ. ഡിഫ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഫാസ്റ്റർ ഇൻ ഗ്യാസസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൊടുക്കുന്നതനുസരിച്ച് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടും. അപ്പോൾ ഡിഫ്യൂഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഓൾറെഡി ഗ്യാസിനാണ് കൂടുതലുള്ളത്, അതിൻ്റെ കൂടെ ടെമ്പറേച്ചർ കൂടി കൊടുത്താൽ ഭയങ്കരമായിട്ട് അവരെന്ത് കാണിക്കും? ഡിഫ്യൂഷൻ കാണിക്കും. The phenomenon of spreading out and mixing of substance with another substance due to the motion of particle. Intermixing. Diffusion. Option A. Diffusion. The amount of solute dissolved in a particular solvent. Solute by solvent. അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. Solute by solvent. അതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ. ഓപ്ഷൻ സി. Which of the following best defines a heterogeneous mixture? A pure substance that cannot be. Okay, heterogeneous mixture and pure substance ആയിട്ടല്ല, അത് രണ്ടും വേറെ. A mixture where components are not uniformly distributed and easily seen as separate. ശരിയാണല്ലേ? കോമ്പൗണ്ട് അല്ല. A mixtures where components are uniformly distributed അല്ല. ഓപ്ഷൻ ബി. Heterogeneous mixture. The phenomenon of change of liquid into vapor at any temperature below its boiling point. Liquid into vapor any temperature
ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് തിളനിലയ്ക്ക് താഴെ ലിക്വിഡ് വേപ്പർ ആവുന്നത് ഏത് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. Evaporation. The phenomenon of change of a liquid into vapor at any temperature is called as evaporation. Option B. In a compound, elements are combined chemically combined ആണ്. അതുകൊണ്ടാണ് കെമിക്കലി തന്നെ നമ്മൾ അവരെ സെപ്പറേറ്റ് ചെയ്യുന്നത്. കെമിക്കലി കമ്പൈൻഡ് ആണ്. Which of the following causes a change in state of matter? സ്റ്റേറ്റ് ഓഫ് മാറ്റർ മാറണമെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ ചേഞ്ച് ചെയ്യണം. ഓപ്ഷൻ ഡി. Which of the following precisely defines the concentration? Concentration define ചെയ്യുന്നത് എന്താ? The quantity of dissolved substance. അതിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കുന്നത്. സൊല്യൂട്ട് ഇൻ സോൾവെന്റ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. വാട്ട് ഹാപ്പൻസ് ടു ദ പാർട്ടിക്കിൾസ് ഇൻ എ സസ്പെൻഷൻ വെൻ ദ മിക്സ്ചർ ഈസ് ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ്? സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ചളിവെള്ളത്തിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ചളി താഴോട്ട് വന്ന് സെറ്റിൽ ചെയ്യും. ഓക്കെ. ദ മിക്സ്ചർ ഈസ് അൺസ്റ്റേബിൾ. ദ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ വെൻ ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. സെലക്ട് ദ കറക്റ്റ് പെയർ ഓഫ് എക്സാമ്പിൾ. സബ്ലിമേഷൻ കാണിക്കുന്ന എക്സാമ്പിൾസ് NCERT കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്യാംഫർ, then naphthalene, then ammonium chloride NH4Cl. ammonium chloride, then dry ice, camphor, naphthalene, ammonium chloride, dry ice. അപ്പോൾ സബ്ലിമേഷൻ കാണിക്കുന്ന രണ്ടുപേരായിരിക്കും ഇതിൽ ക്യാംഫറും അതുപോലെ തന്നെ നാഫ്തലീനും. ഓപ്ഷൻ സി. Which of the following is correct property of solid? Solids are highly compressible. കംപ്രസ് ചെയ്യാൻ പറ്റുമോ? ഗ്യാസ് പോലെ സോളിഡിന് ഇല്ല. സോളിഡ് ഹാവ് നോ ഫിക്സഡ് ഷേപ്പ്. അല്ല, ഫിക്സഡ് ഷേപ്പ് ഉണ്ട്. സോളിഡ് ഹാവ് സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്. അതുകൊണ്ടാണ് ഫിക്സഡ് ഷേപ്പിൽ നിൽക്കുന്നത്. സോളിഡ് ഏറ്റവും ലെസ് ആയിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നവരാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Which of the following is not an example of heterogeneous mixture? Sand and salt heterogeneous ആണ്? അല്ല. വാട്ടർ ആൻഡ് ഓയിൽ heterogeneous ആണ്. അപ്പം നോട്ട് എൻ എക്സാമ്പിൾ അല്ല. വിനെഗർ എന്ന് പറയുന്നത് ഹെട്രോജിനസ് അല്ല, ഹോമോജിനസ് ആണ്. വിനാഗിരി. സാൻഡ് ആൻഡ് ഷുഗർ ഹെട്രോജിനസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ അല്ല, ഓപ്ഷൻ സി ആണ് ആൻസർ. വെൻ വി പോർ അസറ്റോൺ ഇൻ അവർ പാം വി ഫീൽ കോൾഡ്. അസറ്റോൺ നെയിൽ പോളിഷ് റിമൂവർ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂൾ എഫക്റ്റ് നമുക്ക് കിട്ടാറുണ്ട്. അതെന്തുകൊണ്ടാണ്? NCERT കറക്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് വെൻ യു പോർ സം അസറ്റോൺ ഓൺ യുവർ പാം? ദ പാർട്ടിക്കിൾസ് ഗെയിൻ എനർജി ഫ്രം യുവർ പാം ഓർ ദ സറൗണ്ടിങ്സ് ആൻഡ് ഇവാപ്രേഷൻ നടക്കുന്നതുകൊണ്ടാണ് അവിടെ കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നത്. ഇറ്റ് ഇവാപ്രേറ്റ്സ് റാപ്പിഡ്ലി അബ്സോർബിങ് ഹീറ്റ് ഫ്രം ദ പാം. നമ്മുടെ കയ്യിൽ നിന്നാണ് അത് ചൂടെടുക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെട്രോജിനസ് മിക്സ്ചർ? കൂട്ടത്തിൽ ഹെട്രോജിനസ് ഏതാണ്? ഷുഗർ സൊല്യൂഷൻ ഹോമോ ആണ്. എയർ ഹോമോ ആണ്. സാൾട്ട് ഹോമോജിനസ് സൊല്യൂഷൻ ആണ്. സാൻഡ് ആൻഡ് വാട്ടർ ഹെട്രോ ആണ്. അപ്പോൾ കൂട്ടത്തിൽ ഹെട്രോ ആരാണ്? ഓപ്ഷൻ ബി. യെസ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. സോ PDF-നായിട്ട് ഈ ഒരു ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കോഡ് സ്കാൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.